സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ്. അതായത് കുഞ്ഞു വാവകൾക്കുള്ള ഒരു കുറുക്കാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മക്കൾക്ക് ചെറുപ്പത്തിൽ മക്കളുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ സെറിലാക് ഒക്കെ ഇല്ലേ, സെറിലാക്കിനൊക്കെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. എല്ലാ അമ്മമാർക്കും ഇഷ്ടമാവും, കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ. 1 കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാനും ചിലപ്പം മടിക്കും. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. ആ ക്യാരറ്റ് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട്. പിന്നെ 8-1 കപ്പ് മധുരത്തിന് കൽക്കണ്ടം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ ക്യാരറ്റ് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയതിന് ശേഷം അപ്പോഴത്തേക്കും ഈ നെയ്യ് ഫുള്ളും ആ ക്യാരറ്റിൻ്റെ അകത്തേക്ക് നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ക്യാരറ്റ് നല്ലോണം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഡ്രൈ ആയിട്ടുണ്ട്, നെയ്യും നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാലില്ലേ, പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി നമുക്ക് മാറ്റി വെക്കാം. പകുതി എന്ന് വെച്ചാൽ ആ ബാക്കി ഓട്സ് ഇല്ലേ, ഓട്സിൻ്റെ പൗഡർ അതിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്സ് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ആ പാൽ മാറ്റി വെച്ചത്. പിന്നെ ഷുഗർ കാൻഡീസ് അതിട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ്, ഒരുപാട് പൗഡറായിട്ടുള്ള ചെറിയ ചെറിയ തരി പോലെയാണുള്ളത്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ആ ബാക്കി വെച്ചിരുന്ന പാലിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂട് പാലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ അത് കട്ടയായിപ്പോൾ പിന്നെ നമുക്ക് അത് അലിയിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ കുറുക്കിയെടുക്കാം നമുക്ക്. കണ്ടോ, കുറുക്ക് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇതൊരു 8 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി. തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കല്ലോ കേട്ടോ. ഒരു 8 തൊട്ട് 1 വയസ്സ് വരെ, 1 വയസ്സിന് ശേഷമാണെങ്കിലും കുഴപ്പമില്ല, 8 മാസം തൊട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അറിയാത്ത അമ്മമാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റിലുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ്സ് പറയുക. ഉടനെ തന്നെ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.